ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ, ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ, ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. അതിനുശേഷം 3 വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ, പോഷകാഹാരം നൽകി സാർ. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന സർക്കാരല്ല ഇവിടെ ഉള്ളതെന്നും അവരെ ചേർത്ത് നിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണെന്നുമുള്ള മന്ത്രി വീണ ജോർജിന്റെ പരാമർശം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഗർഭഛിദ്ര വിവാദവും പീഡന പരമ്പരകളുടെ വിവാദവും കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധേയമായത്. ശിശു ജനന മരണ നിരക്കിനെ സംബന്ധിച്ച നിയമസഭയിലെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഗർഭസ്ഥ ശിശു ഉരുവം കൊള്ളുമ്പോൾ മുതൽ 2 വയസ്സുവരെ പ്രത്യേക ആരോഗ്യ സംരക്ഷണ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതിനുശേഷം അവർ അങ്കണവാടിയിലാണ് എത്തുന്നത്. അവിടെയും പ്രത്യേക പരിഗണന നൽകുന്നു. സ്ത്രീകൾ 6 മാസത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തണമെന്നും കേരളത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും അതിനുള്ള സൗകര്യങ്ങളുണ്ടെന്നും മറ്റൊരു ചടങ്ങിൽ മന്ത്രി വ്യക്തമാക്കി. പോസിറ്റീവ് ന്യൂസ്.